Why were the peasants and their wives coming to the town? കർഷകരും അവരുടെ ഭാര്യമാരും പട്ടണത്തിലേക്ക് വന്നത് എന്തിനാണ്? They were coming for market day to buy and sell goods. അവർ ചന്ത ദിവസത്തിൽ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും വരികയായിരുന്നു. How does Oshikoom behave when he notices Melandine watching him? Melandine തന്നെ നിരീക്ഷിക്കുന്നത് ഓഷക്കും കാണുമ്പോൾ അയാൾ എങ്ങനെ പെരുമാറുന്നു? He pretends to search for something else so it does not look like he was picking up the string. അയാൾ ചരട് എടുക്കുന്നതുമായി മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മറ്റെന്തോ തിരയുന്നതായി അഭിനയിച്ചു. What does the word find refer to? Find, കണ്ടെത്തുക എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? It refers to the piece of string he picked up. അത് അയാൾ എടുത്ത ചരടിന്റെ കഷ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. What did the peasants discuss at the tavern? ടാവേണിൽ ഇരുന്നു കൊണ്ട് കർഷകർ എന്താണ് ചർച്ച ചെയ്തത്? They discussed the crops, their purchases and sales and the weather, saying it was good for vegetables but bad for wheat. അവർ വിളകളെക്കുറിച്ചും അവരുടെ വിറ്റുവരവുകളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ചർച്ച ചെയ്തു. അത് പച്ചക്കറികൾക്ക് അനുകൂലമാണെന്നും ഗോതമ്പിന് പ്രതികൂലമാണെന്നും അവർ സംസാരിച്ചു. What did the public crier announce? എന്താണ് public crier പ്രഖ്യാപിച്ചത്? He announced that a black leather pocketbook containing 500 francs and business papers had been lost and that the finder should return it to the mayor's office for a reward of 20 francs. 500 ഫ്രാങ്കുകളും ബിസിനസ് പേപ്പറുകളും അടങ്ങിയ ഒരു കറുത്ത തുകൽ പോക്കറ്റ് ബുക്ക് നഷ്ടപ്പെട്ടുവെന്നും അത് കണ്ടെത്തുന്നയാൾ അതിന് മേയറുടെ ഓഫീസിലേക്ക് എത്തിക്കുകയും അയാൾക്ക് 20 ഫ്രാങ്ക്സ് പ്രതിഫലമായി നൽകുകയും ചെയ്യും എന്നതായിരുന്നു ആ പ്രഖ്യാപനം. Why did the mayor summon Oshikoom? മേയർ ഓഷക്കോമിനെ വിളിച്ചു വരുത്തിയത് എന്തിനാണ്? Because Melandine accused him of picking up the lost pocket book. കാരണം നഷ്ടപ്പെട്ട പോക്കറ്റ് ബുക്ക് ഓഷക്കോം എടുത്തു എന്ന് മലാൻഡീൻ അവനെ കുറ്റപ്പെടുത്തി. അയാൾ കുറ്റം ആരോപിച്ചു. അതുകൊണ്ടാണ് മേയറുടെ ഓഫീസിലേക്ക് ഓഷക്കോമിനെ വിളിച്ചത്. Why did Oshikoom feel terrified? ഓഷക്കോമിന് ഭയം തോന്നിയത് എന്തുകൊണ്ട്? He was falsely accused of stealing and feared no one would believe him. അയാൾ മോഷ്ടിച്ചു എന്ന് ഒരു ആരോപണം മലാൻഡീന്റെ ഭാഗത്തു നിന്നുണ്ടായി. തന്റെ നിരപരാധിത്വം ആരും വിശ്വസിക്കില്ല എന്ന് അയാൾ ഭയപ്പെട്ടു. What did the mayor say when he showed the string? ആ ചരട് കാണിച്ചപ്പോൾ മേയർ എന്താണ് പറഞ്ഞത്? The mayor refused to believe him and said that Mr. Melandine was a trustworthy man who would not mistake a piece of string for a pocket book. He also claimed that Oshikoom had been searching the ground as if looking for money. മേയർ അത് വിശ്വസിക്കാൻ വിസമ്മതിച്ചു. മിസ്റ്റർ മലാൻഡീൻ വിശ്വസ്തനായ ഒരു മനുഷ്യനാണെന്നും ഒരു കഷ്ണം ചരടും പോക്കറ്റ് ബുക്കായി ആള് തെറ്റിദ്ധരിക്കുകയില്ലെന്നും മേയർ പറഞ്ഞു. ഓഷക്കോം പണം അന്വേഷിക്കുന്നത് പോലെ നിലത്ത് തിരഞ്ഞിരുന്നുവെന്നും മേയർ അവകാശപ്പെട്ടു. How did the people react to his explanation? അദ്ദേഹത്തിന്റെ വിശദീകരണത്തോട് ആളുകൾ എങ്ങനെ പ്രതികരിച്ചു? They laughed and did not believe him, thinking he was making excuses. അവൻ ഒഴിവുകഴിവുകൾ പറയുകയാണെന്ന് കരുതി ആളുകൾ ചിരിച്ചു. അവർ അവനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. Why did the person who found the pocketbook take it to his employer? പോക്കറ്റ് ബുക്ക് കണ്ടെത്തിയ ആൾ അത് അയാളുടെ തൊഴിലുടമയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് എന്തിനാണ്? Because he could not read and wanted his employer to identify the owner from the papers. കാരണം അയാൾക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. കൂടാതെ അയാളുടെ തൊഴിലുടമ ആ പേപ്പറിൽ നിന്ന് അതിന്റെ ഉടമസ്ഥനെ കണ്ടെത്തണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അയാൾ ഉടമസ്ഥനെ ഏൽപ്പിച്ചത്. Did people believe him after the pocketbook was found? Why? പോക്കറ്റ് ബുക്ക് കണ്ടെത്തിയതിനു ശേഷം ആളുകൾ അദ്ദേഹത്തെ വിശ്വസിച്ചോ? എന്തുകൊണ്ട്? No, they still did not believe him and thought he had returned it secretly through someone else. ഇല്ല, അവർ അപ്പോഴും ഓഷക്കോമിനെ വിശ്വസിച്ചില്ല. മറ്റാരോ വഴി അവൻ അത് രഹസ്യമായി തിരിച്ചു നൽകിയതാണെന്ന് അവർ കരുതി. അയാൾക്കൊരു അക്കംപ്ലിസ്, ഒരു കൂട്ടാളി ഉണ്ടെന്ന് കൂടി അവർ വിശ്വസിച്ചു. What did at any rate you are mixed up with it mean? എന്തായാലും നിങ്ങൾ എപ്പോഴും അതിൽ ഉണ്ട്, അതിൽ ആശയക്കുഴപ്പത്തിൽ നിങ്ങളുടെ പേരുമുണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? It meant that even if he was not the thief, people believed he was still involved in the case.
അതിനർത്ഥം അയാൾ കള്ളനല്ലെങ്കിൽ പോലും അയാൾ എപ്പോഴും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു എന്നാണ്. അയാൾക്കും ഈ കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. What was the impact of the suspicion on Oshikom? സംശയം എങ്ങനെയാണ് ഓഷക്കോമിനെ ബാധിച്ചത്? It broke his spirit. He kept repeating his story, but people mocked him and his mind weakened over time. അത് അയാളുടെ മനസ്സിനെ തകർത്തു കളഞ്ഞു. അയാളുടെ കഥ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, പക്ഷെ ആളുകൾ പരിഹസിക്കുകയാണ് ചെയ്തത്. കാലക്രമേണ അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ മനസ്സ് ദുർബലമായി. ആരും തന്റെ നിരപരാധിത്വം തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖത്തിലേക്ക് അയാൾ കടന്നുപോയി. What were his last words? What do they mean? എന്തായിരുന്നു ഓഷക്കോമിന്റെ അവസാന വാക്കുകൾ? അവയുടെ അർത്ഥം എന്താണ്? A piece of string, a piece of string. It shows he died still trying to prove his innocence. ഒരു കഷ്ണം ചരട്, ഒരു കഷ്ണം ചരട്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാണ് ഇത് കാണിക്കുന്നത്. മരണത്തിൽ പോലും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാനായി കഴിഞ്ഞില്ല.